ലക്ഷങ്ങളിൽ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 100% ഉറപ്പ് 2026 തന്നെ നിങ്ങൾക്ക് സക്സസ് കിട്ടും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 കയറാൻ വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് 2026 കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ യൂട്യൂബിൽ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ യൂട്യൂബിൽ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടേയിരുന്നു പോകും. ഒരിക്കലും നിങ്ങൾക്ക് സ്വയം ഒരു യൂട്യൂബർ ആകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് സ്വയം പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് യൂട്യൂബിൽ ഓൾറെഡി എല്ലാ ടോപ്പിക്സിനുള്ള വീഡിയോസ് ഓൾറെഡി യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് ആരെങ്കിലും കാണുമോ? അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അത് പക്ഷേ സത്യമായ കാര്യവുമാണ്. അതുപോലെ വലിയ വലിയ യൂട്യൂബേഴ്സും പറയുന്നുണ്ട് അവർക്കിപ്പോൾ വ്യൂസ് കുറവാണ്, അവർക്ക് ഇൻകം കുറവാണ്, ചിലരുടെ വീഡിയോസിന് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ മറ്റു ചിലരുടെ ചാനൽ തന്നെ യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കളയുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾ യൂട്യൂബിൽ കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ 100% ഗ്യാരണ്ടി എന്ന് പറയുകയാണ്, നിങ്ങൾ ഇതും വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതും വിചാരിച്ചുകൊണ്ടേ ഇരുന്നു പോകും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു യൂട്യൂബർ ആകാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ സക്സസ് ആകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളത് തുടങ്ങണം. കാരണം നമ്മൾ 2026 കടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് കറക്റ്റ് ടൈം ആണെന്ന് പറയുന്നത്, അതിനുള്ള കാരണവും ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഏറ്റവും ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളുടെ പേടിയാണ്. ചിലരുടെ പേടി എന്ന് പറയുന്നത് ഒരുപാട് കോമ്പറ്റീഷനാണ്, എങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നുഴഞ്ഞു കയറി മുന്നിലെത്താനാ, ഇങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചിലർ കംപ്ലീറ്റ്ലി കൺഫ്യൂഷനിലായിരിക്കും. എവിടെ തുടങ്ങാനാ, എങ്ങനെ വീഡിയോ ചെയ്യാനാ, ഏത് ടോപ്പിക്കിൽ വീഡിയോ ചെയ്യും, കംപ്ലീറ്റ് കൺഫ്യൂഷനാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ഈ രീതിയിൽ സമയം കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചിലർ ഒരു ബുക്ക് മേടിക്കുകയോ ഒരു കോഴ്സ് ചെയ്യുകയോ ചെയ്താലോ, അതായത് 5000-6000 രൂപ കൊടുത്ത് യൂട്യൂബിനെ കുറിച്ചുള്ള ഒരു കോഴ്സ് ചെയ്ത് പാസ്സായി സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിട്ട് എന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുമുണ്ട്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, നമ്മുടെ ഈ നോളജ് അത് യൂട്യൂബിലെ ഒട്ടും മാറ്റാവുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും നോളജും കൈ പിടിച്ചുകൊണ്ട് നമ്മൾ യൂട്യൂബിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. നിങ്ങൾ തന്നെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകളുടെ ചാനൽ അത് എങ്ങും എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ അത്രയ്ക്ക് പഠിപ്പും വിവരമൊന്നും ഇല്ലാത്ത ചില ആളുകളുടെ ചാനൽ അത് ടോപ്പ് ലെവലിലായിരിക്കും. നിങ്ങൾ തന്നെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മതി. ഞാൻ ആരുടെയും പേരെടുത്ത് ഇവിടെ പറയുന്നില്ല. കാരണം എന്ന് പറയുന്നത് യൂട്യൂബ് ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെയോ അല്ലെങ്കിൽ നോളജിൻ്റെയോ ഗെയിം അല്ല. യൂട്യൂബ് കൺസിസ്റ്റൻസിയുടെ ഗെയിമാണ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നല്ല ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 100% ഉറപ്പ് അത് വർക്ക് ചെയ്തിരിക്കും. നിങ്ങളുടെ ചാനൽ വൈറലായിരിക്കും. നിങ്ങളുടെ ചാനലിലെ വീഡിയോസിനൊക്കെ നന്നായിട്ട് വ്യൂസും കിട്ടും. നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യാനും പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എന്താണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ എടുത്ത് മാറ്റി സൈഡിലോട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആക്ഷനിലേക്ക് വരിക. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് വരിക. കാരണം നമ്മളിപ്പോൾ 2026 കടക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടൈം, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് ഈ സമയം തന്നെയാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ 2025 യൂട്യൂബ് എത്രമാത്രം പുതിയ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ, അതുപോലെ പുതിയ പോളിസികൾ എത്രമാത്രം കൊണ്ടുവന്നിട്ടുണ്ടോ, അതുപോലെ പഴയ പോളിസികളിൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, ഇത്രയധികം മാറ്റങ്ങളും കാര്യങ്ങളും യൂട്യൂബ് ഇതിന് മുമ്പ് ഒരു വർഷവും കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ചില ക്രിയേറ്റേഴ്സ് ചെയ്തിട്ടുള്ള ചില കണ്ടന്റുകൾ, അതിനവർക്ക് ഒരുപാട് വ്യൂസും പൈസയും അതുപോലെ സ്പോൺസർഷിപ്പും ഒക്കെ കിട്ടിയിട്ടുള്ള ചില കണ്ടന്റുകൾ, അതിന് യൂട്യൂബ് ഇപ്പോൾ സ്ട്രൈക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ പോളിസികളും മനസ്സിലാക്കി ഒരു തെറ്റുകളും ചെയ്യാതെ നമുക്ക് നമ്മുടെ ചാനലിനെ നന്നായിട്ട് ഗ്രോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് മാത്രമല്ല, ഈ നവംബറിൽ യൂട്യൂബും എല്ലാ ക്രിയേറ്റേഴ്സിനും ഇതേപോലെ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇതിൽ യൂട്യൂബും പറയുന്നുണ്ട് നമ്മൾ 2026 കടക്കുകയാണ്. യൂട്യൂബിൻ്റെ പോളിസിയിലും കാര്യങ്ങളും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതും യൂട്യൂബ് ഈ പോളിസിക്കുള്ളിൽ ഉൾപ്പെടുത്തി നമ്മളോട് പറയുന്നുണ്ട്. ഇതാണ് പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇത് പാലിച്ച് വേണം നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പുതിയ പോളിസിയും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒരു തെറ്റുകളും ചെയ്യാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചാനലിനെ ഗ്രോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഗോൾഡൻ ടൈം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സക്സസ് കിട്ടിയിരിക്കും. ഇതുകൂടാതെ ഷോർട്സിലും യൂട്യൂബ് നന്നായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചാനലിൽ ഷോർട്സ് ആണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ചും വ്യൂസും കൂട്ടാനും പറ്റും. നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനും പറ്റും. കാരണം ഒരു 4-5 വർഷം മുമ്പ് വരെ യൂട്യൂബിൽ ഈ ഷോർട്സ് എന്ന് പറയുന്ന
പരിപാടിയേ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ലോങ് വീഡിയോസ് ഇട്ട് തന്നെ ചാനൽ ഗ്രോ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതെന്ന് പറയുന്ന ഒരു സ്ലോ പ്രോസസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഷോർട്സ് ചെയ്യുന്നവർക്കറിയാം, ഷോർട്സിൽ നിന്നുള്ള പൈസ വളരെ കുറവ് പൈസയാണ്. അതിൻ്റെ സൊല്യൂഷനും യൂട്യൂബ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ. അതായത് നിങ്ങളൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നും മിന്ത്രയിൽ നിന്നും ഒക്കെയുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഈ ഷോർട്ട് വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോങ് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന പൈസയെക്കാട്ടിലും കൂടുതൽ പൈസയാണ്. ലക്ഷങ്ങളിൽ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ. ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ ഞാനിവിടെ പറയുകയാണ്. ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് 10,000 സബ്സ്ക്രൈബേഴ്സ് ആണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 1.5 മാസമായിട്ട് 10,000 സബ്സ്ക്രൈബേഴ്സിൽ കുറവുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സിനും യൂട്യൂബ് ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഷോപ്പിംഗ് അഫിലിയേറ്റ് പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ വരും. അങ്ങനെ വരുമ്പോൾ യൂട്യൂബ് ഈ എലിജിബിലിറ്റിയിൽ റിലാക്സേഷൻ കൊണ്ടുവരും. അങ്ങനെ വന്നതാണ് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഈ 10,000 സബ്സ്ക്രൈബേഴ്സ് കുറവുള്ളവർക്കും യൂട്യൂബ് ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. കാരണം യൂട്യൂബ് ആഗ്രഹിക്കുന്ന പുതിയ യൂട്യൂബേഴ്സിനും കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ചെയ്യാറുമുണ്ട്. കുറച്ച് നാൾ മുമ്പ് ബോണസ് പ്രോഗ്രാം വന്നിരുന്നു. ഇപ്പോൾ ഈ ഷോപ്പിംഗ് അഫിലിയേറ്റിലെ ഒരു പൈലറ്റ് പ്രോഗ്രാം കൊണ്ടുവന്നിട്ട് ഈ 10,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതിനെ റിലാക്സ് ചെയ്ത് കുറച്ച് കൊടുത്തു. ഇങ്ങനെ പല കാര്യങ്ങളും യൂട്യൂബ് ഈ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിനെയാണ് യൂട്യൂബ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചെയ്യുക. ഈ 2026 കയറുമ്പോൾ നിങ്ങളുടെ ചാനലും യൂട്യൂബിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഷോർട്സിൽ വീണ്ടും കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് യൂട്യൂബ് ഇനിയും കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഷോർട്സിൽ തന്നെ നിങ്ങൾ തുടങ്ങുക. കുറേ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾ ലോങ് വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. എനിവേ, അപ്പോൾ കാര്യങ്ങൾ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി എങ്ങനെ ഇതിനെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്തെടുക്കാം ഈ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് നിങ്ങൾക്കൊരു പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ അത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ഏത് ടോപ്പിക്കിൽ ചെയ്യണം, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാതെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ആലോചിച്ച് തല പോച്ച് നിങ്ങൾ സമയം കളയരുത്. നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സും കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കിട്ടും. യൂട്യൂബിലെ എല്ലാ ടോപ്പിക്സിലും എല്ലാ കാറ്റഗറിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കിട്ടും. അപ്പം നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ചെയ്യാനാണോ താല്പര്യപ്പെടുന്നത് അത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തെടുക്കുക. ഇതിൽ ഏറ്റവും കൂടുതലും വ്യൂസ് കിട്ടിയിട്ടുള്ള ഏത് വീഡിയോ ആണോ അത് കണ്ട് നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനെക്കാട്ടിലും ബെറ്ററായിട്ട് നിങ്ങളുടേതായ വേർഷനിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തെടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോസിൽ മില്യൺസിൽ വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അവരെങ്ങനെയാണ് അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് അവർ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, ഇത് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കി നിങ്ങളും വീട്ടിൽ കുക്ക് ചെയ്യാലോ. നിങ്ങൾ എന്തുണ്ടാക്കിയാലും മതി, അവർ ചെയ്തത് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്ത് കുക്ക് ചെയ്യുന്നോ അതിനെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടേതായ വോയിസ് ഓവർ കൊടുക്കുക. നല്ല രീതിയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വീഡിയോ കാട്ടിലും നല്ല വീഡിയോ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ട്രാവൽ വ്ളോഗ്സ് ആണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ട്രാവൽ വ്ളോഗ്സിനെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തെടുത്ത് അവർ ചെയ്തിട്ടുള്ളത് കണ്ട് മനസ്സിലാക്കി അതിനേക്കാട്ടിലും നന്നായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ടോപ്പിക്സിന് വേണ്ടി തലവെക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഈ തുടക്ക സമയത്ത് നിങ്ങളുടെ ഈ ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കുമായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ച് കൂട്ടേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു മൊബൈൽ ഫോൺ അത് മാത്രം മതി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പഴയ യൂട്യൂബേഴ്സ് അവർ ചാനലൊക്കെ തുടങ്ങിയ ആ ഒരു സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10,000 രൂപയ്ക്ക് ഉള്ളിലുള്ള ഫോൺ. അതിൻ്റെ ക്യാമറ ക്വാളിറ്റിയോ ഏതാണ്ട് ഒരു 13 മെഗാപിക്സൽ അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഉള്ള എല്ലാ ഫോണിലും കുറഞ്ഞത് ഒരു 50 മെഗാപിക്സലെങ്കിലും ക്യാമറ ക്വാളിറ്റി കിട്ടും. അപ്പം നിങ്ങൾക്ക് അത് മാത്രം മതി നല്ല ക്വാളിറ്റി കണ്ടൻസ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഏതാണോ അത് വെച്ച് നിങ്ങൾ അങ്ങ് തുടങ്ങുക. ഇനി നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഈ 2026 തന്നെ ഇതിനെ സക്സസ് ആക്കി എടുക്കണം. ഇവിടെ നിങ്ങളൊരു സ്റ്റുഡൻറ്റോ ജോബ് ചെയ്യുന്നവരോ ആണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു പാർട്ട് ടൈം യൂട്യൂബ് ആയിരിക്കും. ഇവിടെ എനിക്ക് ഈ സ്റ്റുഡൻസിനോട് പറയാനുള്ളത് നിങ്ങൾ സ്റ്റുഡൻറ്റ് ലൈഫ് കളഞ്ഞിട്ട് യൂട്യൂബിലേക്ക് വരരുത്. നിങ്ങളുടെ കയ്യിൽ സമയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ യൂട്യൂബിലേക്ക് വരാവൂ. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻറ്റോ ജോബ് ചെയ്യുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 1-2 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചെയ്യാൻ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം ആലോചിക്കുക, നിങ്ങൾക്ക് ഡെയിലി ഒരു ഷോർട്ട് വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് നല്ല ക്വാളിറ്റി
ഷോർട്ട് വീഡിയോസ് ഡെയിലി ഒരെണ്ണം വെച്ച് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2026 തന്നെ നിങ്ങൾക്ക് സക്സസ് കിട്ടും. അതുപോലെ തന്നെ ഈ ഡെയിലി ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതോടൊപ്പം ആഴ്ചയിൽ ഒരു 2 ലോങ് വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നിങ്ങൾ അതും ചെയ്യുക. നല്ല ക്വാളിറ്റി ലോങ് വീഡിയോസ് സെയിം ടോപ്പിക്കിൽ തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 എണ്ണം വെച്ച് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയായി? ഡെയിലി നിങ്ങളുടെ ഷോർട്ട് വീഡിയോസും വരുന്നുണ്ട്, ആഴ്ചയിൽ ഒരു 2 ലോങ് വീഡിയോസും വരുന്നുണ്ട്. 100% ഉറപ്പ് 2026 തന്നെ നിങ്ങൾക്ക് സക്സസ് കിട്ടും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പാഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബ് ചെയ്യാനുള്ള ഒരു പാഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നിങ്ങൾക്ക് ഒരു പേഷ്യൻസ് വേണം. യൂട്യൂബിൽ കുറച്ചെങ്കിലും കൺസിസ്റ്റൻസി വേണം. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ കൺസിസ്റ്റൻ്റ്ലി വീഡിയോസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2026 തന്നെ നിങ്ങൾക്ക് ഇത് സക്സസ് ആക്കാനും പറ്റും, നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനും പറ്റും. പൈസ കൂടെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടിവേഷൻ അവിടെ ഡബിൾ ആവും. കാരണം പൈസ എന്ന് പറയുന്നത് മോട്ടിവേഷൻ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി എങ്ങനെ യൂട്യൂബിൽ മുന്നോട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി എന്തിനാ താമസിക്കുന്നത്? എത്രയും പെട്ടെന്ന് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, 2026 തന്നെ അതിനെ മോണിറ്റൈസ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ 2026. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.